നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് കുവൈറ്റ്, ഇന്ത്യ ഉൾപ്പെടെ ഒട്ടനവധി രാഷ്ട്രങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ കുവൈറ്റിലേക്ക് വരാൻ നിരവധി പേരാണ് നാട്ടിൽ കാത്തിരിക്കുന്നത്. എന്നാൽ തികച്ചും നിരാശാജനകമായ വാർത്തയാണ് പുറത്തുവരുന്നത്. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളുടെ കാര്യത്തിൽ രൂക്ഷമായ ക്ഷാമം അനുഭവപ്പെടുന്നതായി അൽറായ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ രാജ്യത്തെ 83,000 വീട്ടുജോലിക്കാരാണ് തൊഴിൽ ഉപേക്ഷിച്ച് മടങ്ങിയത്. ഗാർഹിക തൊഴിലാളികളുടെ വിസ കാലാവധി തീർന്നതും വിസ പുതുക്കാൻ സ്പോൺസർ വിസമ്മതിച്ചതും ജോലി ഉപേക്ഷിച്ച് കുവൈറ്റ് വിട്ടുപോയതും മറ്റുമാണ് ക്ഷാമം ഇത്ര രൂക്ഷമാക്കിയ ഘടകങ്ങളെന്നും പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ മന്ത്രാലയത്തിന്റെ കണക്കുകൾ ഉദ്ധരിച്ച് പത്രം വ്യക്തമാക്കുന്നു. ഈ വർഷം ഫെബ്രുവരിക്കും ഏപ്രിലിനും ഇടയിൽ മാത്രം 83,000 ഗാർഹിക തൊഴിലാളികളാണ് ജോലി ഉപേക്ഷിച്ചത് എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. ഇതിലൂടെ രാജ്യത്ത് ഈ തൊഴിൽ മേഖലയിൽ 11.59% കുറവ് രേഖപ്പെടുത്തി. ഫെബ്രുവരിയിൽ 7,19,988 വീട്ടുജോലിക്കാരായിരുന്നു കുവൈറ്റിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഏപ്രിലിൽ അത് 6,36,525 പേരായി കുറയുകയുണ്ടായി. ഇതുമൂലം ഗാർഹിക തൊഴിലാളികളുടെ കാര്യത്തിൽ വലിയ ദൗർലഭ്യമാണ് കുവൈറ്റ് നേരിട്ട് വരുന്നത്. ഫിലിപ്പീനോ വീട്ടുജോലിക്കാർക്കെതിരായ പീഡന സംഭവങ്ങളെ തുടർന്ന് കുവൈറ്റിലേക്ക് ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ നിന്ന് കഴിഞ്ഞ വർഷം ഫിലിപ്പീൻ സർക്കാർ വിലക്കേർപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ മാസം നിരോധനം എടുത്തുകളഞ്ഞുവെങ്കിലും ഇവർക്ക് കുവൈറ്റിൽ എത്താനും സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഏപ്രിലിൽ മാത്രം ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് വകുപ്പിന് ലഭിച്ചത്. ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ പ്രകാരം റിക്രൂട്ട്മെന്റ് ഏജൻസിക്കെതിരെ തൊഴിലുടമകളുടെ ഭാഗത്തുനിന്ന് 19ഉം തൊഴിലുടമയ്ക്കെതിരെ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് 95ഉം പരാതികൾ ലഭിക്കുകയുണ്ടായി. 162 പരാതികൾ കോടതി മുമ്പാകെ എത്തിയിരുന്നു. 115 ഗാർഹിക തൊഴിലാളികൾ ഓടിപ്പോയ കേസുകൾ വേറെയുമുണ്ട്. തൊഴിലാളികൾക്കെതിരെ തൊഴിലുടമകളിൽ നിന്ന് 97 പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 123 പരാതികൾ രമ്യമായി പരിഹരിക്കാനായി. സ്പോൺസർ പാസ്പോർട്ട് തടഞ്ഞുവെച്ചതുമായി ബന്ധപ്പെട്ട് 32 കേസുകളിൽ വകുപ്പിടപെട്ട് അത് തിരികെ നൽകാൻ വഴിയൊരുക്കിയിരുന്നു. അതേസമയം ഗാർഹിക തൊഴിലാളികളുടെ എൻട്രി വിസയുടെ കാലാവധി 3 മാസത്തിൽ നിന്ന് 6 മാസമായി വർദ്ധിപ്പിച്ചതായി കുവൈറ്റ് യൂണിയൻ ഓഫ് ഡൊമസ്റ്റിക് ലേബർ ഓഫീസേഴ്സ് ചെയർമാൻ ഖാലിദ് അൽ ദഗ്നാൻ അറിയിക്കുകയുണ്ടായി. കോവിഡ് പശ്ചാത്തലത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിലാളി ക്ഷാമം പരിഗണിച്ചാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യൂണിയൻ നൽകിയ അപേക്ഷ തൊഴിൽ മന്ത്രാലയം സ്വീകരിക്കുകയായിരുന്നു. അതോടൊപ്പം ഗാർഹിക തൊഴിലാളികളുടെ വിസ കാലാവധി 18 മാസം ബാക്കിയുണ്ടെങ്കിൽ അത് പാസ്പോർട്ടിൽ പ്രിന്റ് ചെയ്യാനുള്ള അനുവാദവും മന്ത്രാലയം നൽകി. നിലവിൽ വിസയ്ക്ക് 2 വർഷത്തെ കാലാവധിയുണ്ടെങ്കിൽ മാത്രമേ അത് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യാൻ അനുവദിച്ചിരുന്നുള്ളൂ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ യാത്രാ നിരോധനവും മറ്റും കാരണം വൻ പ്രതിസന്ധി നേരിടുന്ന രാജ്യത്തിലെ റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് ഈ തീരുമാനങ്ങൾ വലിയ ആശ്വാസമാവുമെന്നും ചെയർമാൻ പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.